ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. ഇന്ന് നല്ല ഫ്രഷായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചായ കുടി കഴിഞ്ഞിട്ടല്ല, ഫാസ്റ്റായിട്ട് ഞാൻ വിടുവാണ്. ചായ കുടി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സൊക്കെ സെറ്റ് ചെയ്തു. ഇത് കുട്ടികളുടെ സ്കൂളിൽ ഇന്ന് ഇഗ്ലു ഉണ്ടാക്കിക്കൊണ്ട് വരണമായിരുന്നു, കുഞ്ഞിൻ്റെ ക്ലാസ്സിൽ, 2ാം ക്ലാസ്സിൽ. അപ്പോൾ അതിൻ്റെ വർക്ക്സിൻ്റെ കുറേ വീഡിയോസായിരുന്നു. എനിക്കിതാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഇത് കുഞ്ഞിൻ്റെ കൂട്ടുകാരൻ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വേറൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുന്നില്ല. ഇത് വൈകുന്നേരം ഏട്ടൻ വന്നു കഴിഞ്ഞുള്ള വീഡിയോ ആണ്. ഞാൻ ഫാസ്റ്റായിട്ട് ഇന്ന് കുറച്ച് കട്ട് ചെയ്ത് വീഡിയോ കിട്ടിയതെല്ലാം എടുത്തിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഏട്ടൻ വന്ന ഉടനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിളിച്ചപ്പോൾ വന്നതാണ്. അപ്പം ഇതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം വെച്ചിട്ട് എന്നോട് വൈൻ നമ്മളിന്ന് മറ്റേ ബോട്ടിലോട്ട് മാറ്റാനായിട്ട് ഏട്ടനോട് ബോട്ടിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന കാര്യമില്ല, ഏട്ടൻ പറയായിരുന്നു. കൊണ്ടുവന്ന ബോട്ടിൽ വേറൊരു സൈസായിരുന്നു. അപ്പോൾ അത് അതിനൊരു ബട്ടുണ്ടായിരുന്നു, അത് പൊട്ടിക്കണം. കുട്ടികളോട് അവരുടെ അടുത്ത് നിന്ന് അവരെന്നെ എടുക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്ന് എന്നാന്ന് ഞാൻ നോക്കാൻ വന്നതാണ്. സവോളയും കുറച്ച് ബീട്രൂട്ടും അങ്ങനെ എന്തോ കറി വെക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് കുഴിമന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നിട്ട് വാങ്ങിച്ചിട്ട് തന്നെ. പിന്നെന്താ, ഞാൻ പറഞ്ഞില്ലേ, ഈ ബോട്ടിലാണ് നമ്മൾ വൈൻ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അപ്പം അത് ഒരു ബട്ടുണ്ട്, അത് ഏട്ടൻ പൊട്ടിക്കാൻ ശ്രമിക്കുക. പാലും മിച്ചറും പഞ്ചസാര തിന്നിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പം നമ്മളൊരു ഓർഡർ ചെയ്ത ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഓർഡർ ചെയ്ത ബെഡ്ഷീറ്റ് അങ്ങനെ വാങ്ങുന്നതല്ല. ഇപ്പോൾ ഒരു കണ്ടപ്പോൾ നമുക്കതൊന്ന് മെറ്റീരിയൽ എങ്ങനെ ഉണ്ടെന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചു. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ, മെറ്റീരിയൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, തലേണ കവറിന് മാച്ചല്ലായിരുന്നു. നമ്മുടെ തലേണയ്ക്ക് മാച്ചല്ലായിരുന്നു കവറ്. അതൊരു മിസ്റ്റേക്കേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ, ഞാനപ്പം കൊണ്ടുവന്ന പാടെ തന്നെ അതൊന്ന് അളവൂടെ കറക്റ്റാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടേ അതൊന്ന് വിരിച്ച് സെറ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ തലേണ ചിലപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാമെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ശ്രമിച്ചില്ല. എന്നു വെച്ചാൽ കുട്ടികളുടെ തലേണയ്ക്ക് എന്നാൽ ഇടാമെന്ന് വെച്ച്. കണ്ടോ, അത് തീരെ ചെറുതാണ്. അപ്പോൾ ഇതിന് മാച്ചല്ല. അമ്പൂൻ്റെ പില്ലോയ്ക്ക് കൊടുക്കാതെ കണ്ടോ, ഒരു സ്വല്പ വ്യത്യാസമുള്ളൂ. കുഴപ്പമില്ല, അമ്പൂന് കൊടുക്കാം. ബെഡ്ഷീറ്റ് എനിക്കിഷ്ടപ്പെട്ടു. കളർ ഒരു പിങ്ക് കളറോട് എടുക്കണം. പിങ്ക് കളർ ഓൾറെഡി ഉണ്ട്. പിങ്ക് ലൈറ്റിങ് ഇട്ടുകൊണ്ട് പിങ്ക് കളറ് ഒരു ബെഡ്ഷീറ്റ് എടുക്കാം. ഞാനത് അടുത്ത ദിവസത്തെ വീഡിയോ കാണിക്കാവേ. പിങ്ക് ബെഡ്ഷീറ്റ് ഇട്ടിട്ട് പിങ്ക് ലൈറ്റിങ് എല്ലാം ഇട്ടിട്ട് നമ്മുടെ ബെഡ്റൂം ഒന്ന് കാണിക്കാം. ബെഡ്ഷീറ്റ് അളവ് കറക്റ്റായിരുന്നു. അതൊരു വെറൈറ്റി ആയിരുന്നേ. മറ്റേ പില്ലോയുടെ സൈഡിൽ ബ്ലൂ വരും, ബാക്കി ഫുൾ യെല്ലോ വരുന്നത്. നല്ല രസമുണ്ട്. അത് വേണേൽ അത് താഴെയായിട്ടും ഇടാം. കാൽസോട്ടിൽ ബ്ലൂ വരുന്ന അങ്ങനെ രീതിക്ക് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ വണ്ണം കാണുമ്പോൾ എൻ്റെ ജിം ഓർക്കും ഗായ്സ്. 3 മാസം വീട്ടിലിരുന്ന് ഫുള്ള് ഫുഡിങ് ആയിരുന്നു ഗായ്സ്. തുടങ്ങാൻ പോവുകയാണ് ഗായ്സ്. അടുത്ത ആഴ്ച തൊട്ട് നിങ്ങൾക്ക് മറ്റ് ചില വീഡിയോസ് കാണാം. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിന്യൂസ് ഉണ്ടാകും. ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ശ്രമിക്കാം. ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആളുകളുണ്ട് എൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ത്രില്ലിലാണ്. ഇടണമെന്ന് നമുക്ക് വീണ്ടും ഒരു ഇഷ്ടം തോന്നുമല്ലോ. അയ്യോ, ഒരു ബെഡ്ഷീറ്റ് ഞാൻ തളർന്നു. പിന്നെന്താ, അതിൻ്റെ ഒരു ഫുള്ള് ഇത് കാണിക്കാം. നല്ലൊരു 3D മോഡൽ വരുന്നൊരു ബെഡ്ഷീറ്റായിരുന്നു. നല്ല രസമായിരുന്നു. പക്ഷേ പില്ലോയുടെ കാര്യത്തിൽ മാത്രം ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ട്. ഞാനെന്നാൽ ഒന്ന് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. നമുക്ക് ബെഡ് കണ്ടാൽ പിന്നെ റെസ്റ്റാണല്ലോ. വെറുതെ കേട്ടോ, 5 മിനിറ്റ് ആയിരുന്നുള്ളൂ. വീണ്ടും ഞാൻ അടുക്കളയിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, അമ്പു പറഞ്ഞു ഏട്ടൻ വരുമ്പോഴത്തേന്
പഴംപൊരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് ഏട്ടൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ മൈദയെല്ലാം കുഴച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. ഫ്രൈ ചെയ്തെടുക്കുന്ന ഏട്ടനാണ്. ഞാനപ്പം അതിനുള്ള കാര്യങ്ങളെല്ലാം സ്വല്പം പഞ്ചസാരയും കൂടി ഇട്ട് കുഴക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടൊരു മയം കിട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർ കുറച്ച് സമയം ടി വി കാണുന്ന സമയം ഞാൻ ചെന്നൊന്ന് അടുത്തിരുന്നു അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുകയായിരുന്നു. അമ്പൂന് ഇരുന്നിട്ട് ശരിയാകുന്നില്ല. താഴെ ഇരിക്കുന്നു, മേളിലിരിക്കുന്നു. കുളിച്ചതേ ഉള്ളൂ, മുടിയെല്ലാം നനഞ്ഞെടുക്കുക. അതാണ് ഇറിറ്റേഷനായിട്ട് അമ്പു ഇരിക്കുന്നത്. കുഞ്ഞ് കുളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴാണ് ടി വിയിൽ എന്തോ ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ പിന്നെ അവിടെ അങ്ങ് ഇരുന്നു. പിന്നെന്താ, വൈകുന്നേരം വരുന്ന അവർ നല്ല ക്ഷീണിച്ചാണ് ഗൈസ്. പഠിത്തവും കളിയും രാവിലെ എഴുന്നേൽക്കുന്നതും എല്ലാം കൂടെ ആയിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ സമയം അവർക്ക് റെസ്റ്റ് എടുക്കാൻ കിട്ടുന്നത്. എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ഓർക്കുമ്പോൾ സങ്കടപ്പെടുത്തി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ക്ലാസ്സല്ലേ. ഏട്ടനവിടെ പഴംപൊരി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ അവിടെ ഇവിടെ എല്ലാം ഇരുന്ന് ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ്റെ അടുത്ത്. കഥകളും ഏട്ടൻ്റെ കഥകളും എൻ്റെ കഥകളും എല്ലാം പറഞ്ഞ് ഏട്ടൻ പഴംപൊരി ഉണ്ടാക്കുന്നത് കാണാം. ഇന്നത്തെ ചർച്ച എന്നാന്ന് വെച്ചാൽ ദുബായിൽ വീട് വാങ്ങുന്നതിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് കൂട്ടുകാരും ഒക്കെ അവിടെ ഷിഫ്റ്റായ കഥകൾ പറയായിരുന്നു. എന്തായിരുന്നു ഇന്നത്തെ സബ്ജക്റ്റ്. പിന്നെന്താ, ഏട്ടനാണെങ്കിൽ ഇങ്ങനെ നല്ല സെറ്റായിട്ട് എടുക്കും. അപ്പോഴേ കുഴിമന്തി ചൂടാറിപ്പോവും. എന്നാൽ നേരത്തെ കഴിക്കാമെന്ന് വെച്ച് ഏട്ടൻ പറഞ്ഞു. ഒരു 7:30 8 ആയപ്പോഴത്തേന് എടുത്തു. അപ്പം തന്നെ അത് ചൂട് കുറേ ഉണ്ടാകുമെന്ന് വെച്ചിട്ട് അപ്പം തന്നെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല കിടിലം കുഴിമന്തി ഗൈസ്, പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഫുള്ള് വണ്ണം കുറയ്ക്കാനുള്ള ഭയങ്കര പ്ലാനിങ്ങിലുമാണ്. ഇതൊക്കെയാണ് ഇഷ്ടം. നല്ല ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു കേട്ടോ. 4 പേരുടെ അളവിനാണ്. പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 5 പേർക്ക് എടുക്കാവുന്ന അളവായിരുന്നു. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. മന്തി റൈസ് എന്ന് വെച്ചാൽ സെറ്റ് വേവ്, അടിപൊളി. മയണൈസും ഈ വെജിറ്റബിൾ സാലഡും ചിക്കനും ഒക്കെ ഒന്നിച്ചിട്ട് നമ്മുടെ റൈസ് എടുത്തിട്ട് ഒരു പിടിയുണ്ട് ഗായ്സ്, പൊളി. ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം, അല്ലാത്തവർക്ക് അറിയാം ഇതിൻ്റെ. ഓ മൈ ഗോഡ്. പിന്നെന്താ, പിന്നെ പഠിത്തമായി. ദക്ഷിണ കാര്യമായിട്ട് ഇന്ന് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാളെ ഇവിടെ പഠിക്കാനെത്തിയ ആളെ കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ പഠിത്തമെല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പം എനിക്ക് ചോറ് വേണ്ട, എൻ്റെ വയറ് ഫുള്ളായിരുന്നു. പിന്നെ ഏട്ടന് മാത്രം ചോറെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹെവി ഫുഡായിപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ എന്ത് ചെയ്യാമെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്താൽ ടാറ്റാ ബൈ.